ഇതൊക്കെ എനിക്കറിയാം. മോട്ടിവേഷൻ നമുക്ക് പറയാൻ പറ്റുമല്ലോ, പക്ഷെ പ്രവർത്തിക്കാനാണല്ലോ പാട്. നമുക്ക് നാട്ടുകാരെ ഉപദേശിക്കാം. ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ഞങ്ങൾ അതും തീർന്നിട്ട് ഒരു ഗ്ലാസ് അരി നേരത്തെ ഒരു ഗ്ലാസ് അരിയുടെ മൂപ്പിലാണ് അതിലാണ് നടന്നത്. ഇത് വെച്ചിട്ട് എൻ്റെ തലയ്ക്കൊരു കൊട്ടു കൊട്ടാൻ തോന്നുന്നു. അതുപോലത്തെ ഒരു മന്നിപ്പാണ് എനിക്കിപ്പോൾ ഉള്ളത്. ചിക്കൻ ഫ്രൈ കണ്ടോ? ഹലോ, ദിസ് ഇസ് സോനു ബെൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആസ് യൂഷ്വൽ ബെനി ബേബി ചൈൽഡ് കെയറിൽ പോയി. എനിക്കിത് നല്ല ടൈറ്റ് ഷെഡ്യൂളുള്ള ദിവസമാണ്. അത്യാവശ്യം നല്ല കുക്കിംഗ് ഉണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ന്യൂസിലാൻഡിൽ നമ്മൾ പോകുന്ന പള്ളിയിലെ വികാരിയച്ഛൻ നമ്മുടെ വീട് വെഞ്ചരിക്കാൻ വരികയാണ്. ആ വീട് വെഞ്ചരിപ്പ് തീരുന്നത് നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടുള്ള ഡിന്നർ പ്രൊവൈഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം ആർക്കെങ്കിലും ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യം. അപ്പോൾ ഞാനാണെങ്കിൽ അപ്പം ഫിഷ് പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കാം. ദെൻ വേറെ എന്തെങ്കിലും കൂടെ എക്സ്ട്രാ ഒരു സാധനം കൂടെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. ഞാൻ കിടക്കാൻ നേരത്ത് അരിക്ക് വെള്ളം ഇടാനായിട്ട് അരിയിൽ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പോൾ ബെഞ്ചമിൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ബെഞ്ചമിനോട് പറഞ്ഞു ഒരു 7 ഗ്ലാസ് ഓഫ് റൈസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ടേക്കണേന്ന്. ആൾ കേട്ടത് 1 ഗ്ലാസ് എന്നാണ്. ആൾ സോക്ക് ചെയ്യേണ്ടത് ഈ കപ്പിലാണ്. അതും നമ്മുടെ മെഷർമെൻറ്റ് കപ്പുണ്ടല്ലോ റൈസിൻ്റെയൊക്കെ, ഇങ്ങനെ ഏത് കപ്പ്, ഈ കപ്പിന് 1 ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ടിരുന്നത്. ആക്ച്വലി എൻ്റെ മനസ്സിലൊരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. ബെഞ്ചമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ബെഞ്ചമിൻ അത് എത്ര ഗ്ലാസ് കേൾക്കുമെന്ന്. പക്ഷേ ഞാൻ എന്തോ ബെഞ്ചമിൻ അത് ചെയ്യും, മനുഷ്യന് ബെഞ്ചമിൻ അത് കോമൺ സെൻസ് ഉള്ള മനുഷ്യനാണ്. അപ്പോൾ ബെഞ്ചമിൻ അത് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചത്. രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് അപ്പത്തിന് മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്ക് അരിയില്ല. അപ്പോൾ ഞാൻ ബെഞ്ചമിൻ്റെ അടുത്ത് ചോദിച്ചു, അരി വെള്ളത്തിലിട്ടില്ലേ? ഇട്ടു, അവിടെ കപ്പിലിട്ടുണ്ടല്ലോ. എനിക്കങ്ങോട്ട് നല്ല ദേഷ്യം വന്നു. നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ദേഷ്യം. പക്ഷെ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അത് വെള്ളത്തിലിടേണ്ടത്. അത് ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് അത് കൊളായി. അപ്പം ഞാൻ എന്നെ തന്നെ ശപിച്ചുകൊണ്ടാണ് എൻ്റെ ഡേ തുടങ്ങിയത്. അതുകൊണ്ട് രാവിലെ 7 മണിക്ക് തന്നെ എൻ്റെ കുക്കിംഗ് പ്രോസസ്സ് എല്ലാം തുടങ്ങണം. എനിക്കൊരു ഫംഗ്ഷനുണ്ട്, എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ, എനിക്ക് കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ഞാനൊരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിരിക്കും. 7 to 8 ഇത്, 8 to 9 ഇത്, 9 to 10 ഇത്, ഇങ്ങനെ. അപ്പം ഇത്ര മണിക്കൂറിൽ എൻ്റെ ടാസ്ക് തീരണം. ഇങ്ങനെയാണ് ഞാൻ എന്തും ചെയ്യാറ്. എനിക്കൊരു ടാസ്ക് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇന്ന് ഡേ തുടങ്ങിയപ്പോൾ തന്നെ അതങ്ങ് കൊളായി. അപ്പോൾ എനിക്ക് ആ സ്ട്രെസ് എനിക്ക് മാറാനായിട്ട് 2-3 മണിക്കൂർ എടുത്തു. എനിക്ക് ദേഷ്യപ്പെടാത്തതുകൊണ്ട്, അത് ദേഷ്യപ്പെട്ടങ്ങ് തീരുകയാണെങ്കിൽ ചിലപ്പോൾ അതങ്ങ് തീർന്നു പോയേനെ. പക്ഷേ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. കാരണം ഇതിന് സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് അല്ലല്ലോ, വൈകിട്ട് ഗസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മീൻ പൊള്ളിച്ചതുണ്ടാക്കാനുള്ള മീനൊക്കെ ഇന്നലെ തന്നെ വറുത്ത് വെച്ചു. കാരണം എനിക്കൊന്നും ഡിലേ ആവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ എന്നിട്ടും അതങ്ങനെ വന്നപ്പം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എൻ്റെ പണികൾ ഈസിയാക്കാൻ നോക്കിയപ്പോൾ കാലത്തെ തന്നെ എനിക്കൊരു വലിയ ഷോക്ക് കിട്ടിയ പോലെ എനിക്ക് അത്രയും സ്ട്രെസ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്നത് എത്ര വലിയ കാര്യം, വേറൊരു സാധനം ഉണ്ടാക്കിയാൽ പോരെയെന്ന്. പക്ഷേ ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യത്തിൽ നിന്നൊരു ചെറിയ ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അത് താങ്ങാൻ പറ്റത്തില്ല. എനിക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനത് പ്രോസസ്സ് ചെയ്യാൻ കുറേ സമയം എടുക്കും. ഞാൻ ചിലപ്പോൾ കരയും. ഞാൻ ഇച്ചിരി മുന്നേ ഇവിടെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞു. സൊല്യൂഷൻ ഞാൻ കണ്ടെത്തി. ഞാൻ ചൂടുവെള്ളത്തിൽ റൈസ് സോക്ക് ചെയ്തു. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഒരു 3-4 മണിക്കൂർ കൊണ്ട് എനിക്കിത് ഒരു 10-11 മണിക്ക് അരച്ചാലും എനിക്കൊരു 3-4 മണിയാകുമ്പോഴത്തേക്ക് റൈസ് ഫെർമെൻ്റായി കിട്ടും, ബാറ്റർ ഫെർമെൻ്റായി കിട്ടും. പക്ഷേ അതൊക്കെ എനിക്കൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാനും എൻ്റെ റൊട്ടീൻ തെറ്റിപ്പോയത് കൊണ്ട്, ഞാൻ പ്ലാൻ ചെയ്ത ടൈം ടേബിൾ തെറ്റിയതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഞാൻ അതിനെ തരണം ചെയ്ത് ഇന്നത്തെ പണികളെല്ലാം ചെയ്ത് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് വഴിയെ കാണിക്കാം. ഞാൻ അപ്പത്തിൻ്റെ മാവ് അരയ്ക്കാൻ പോവാണ്. ഞാൻ ഇന്നലെ എനിക്ക് കള്ള് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാവെള്ളത്തിനകത്ത് ഈസ്റ്റും പഞ്ചസാരയും ഇട്ടിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കപ്പിൽ. അത് വെച്ചിട്ടാണ് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പം ഏകദേശം 10:30 ആവുന്നുണ്ട്. 10:30-ക്കുള്ളിൽ ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും.
എന്നാൽ പിന്നെ ഞാൻ ഫിഷ് പൊള്ളിച്ചതിൻ്റെ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മസാലയ്ക്ക് ഫിഷ് ഫ്രൈ ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം എനിക്കറിയാം ഇതേപോലത്തെ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റി എൻ്റെ പണികളൊക്കെ ഡിലേ ആവും. സോ ഫിഷ് കട്ട് ചെയ്യാനും ഒക്കെയുള്ള സമയം എനിക്ക് കാലത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു തരത്തിൽ ആശ്വാസമായി. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഓവർ സ്ട്രെസ്ഡ് ആയി ഇപ്പോഴും ആണ്. എനിക്കത്ര സ്പീഡപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. വെളിച്ചെണ്ണ കുത്തിയെടുക്കുന്ന പാടാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ് വെളിച്ചെണ്ണ. എന്ത് കഷ്ടപ്പാടല്ലേ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ എടുക്കാൻ. ഇന്നലെ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണ കുറച്ചുണ്ടായിരുന്നു. അതിലേക്ക് തന്നെ ഞാൻ സവോള വഴറ്റുന്നു. പക്ഷേ ആ എണ്ണയ്ക്കകത്ത് അപ്പടി കരടാം. അതുകൊണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇത് വെച്ചിട്ട് എൻ്റെ തലയ്ക്കൊരു കൊട്ട് കൊട്ടാൻ തോന്നുന്നു. അതുപോലത്തെ ഒരു മന്നിപ്പാണ് എനിക്കിപ്പോൾ ഉള്ളത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഐ ആം എൻജോയിങ് എന്ന് മനസ്സിൽ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ എനിക്കറിയില്ല സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇതൊക്കെ ഒരു സ്ട്രെസ്സാണോ അല്ലേ? ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പാടുകളൊക്കെ ഉള്ള മനുഷ്യരുള്ളത്. അപ്പോൾ അവരുടെ സ്ട്രെസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കുക്കിംഗ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ കിടന്നുണ്ടാക്കുന്ന മേളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിട്ട് വന്ന് 2 പൊട്ടിയിൽ തരാൻ തോന്നും. ഇതൊക്കെ എനിക്കറിയാം. മോട്ടിവേഷൻ നമുക്ക് പറയാൻ പറ്റുമല്ലോ, പക്ഷെ പ്രവർത്തിക്കാനാണല്ലോ പാട്. നമുക്ക് നാട്ടുകാരെ ഉപദേശിക്കാം, വീട്ടുകാരെ ഉപദേശിക്കാം, എല്ലാവരെയും ചെയ്യാം. പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്കത് പ്രാവർത്തികമാക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. സവോള വഴറ്റാനത്തേക്കാണ് ഫിഷ് പൊള്ളിച്ചതിനുള്ളത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ കടലാക്രമണം പോലെയുണ്ട്. ഇതേപോലെയൊക്കെയാണ് ഞാനിന്ന് വെട്ടി കണ്ടിച്ച് കൂട്ടിയിട്ടേക്കുന്നത്. കാരണം എനിക്കിന്ന് ആ ലോ എനർജിയുടെ ഒരു റിസൾട്ടാണ് കാണുന്നത്. ഞാനിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇടാണ്. എനിക്കെന്തോ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇട്ടിട്ട് രണ്ടാമതോ ഒന്നും കൂടെ കുറച്ചും കൂടെ ഇടും. അതെൻ്റെ വളരെ ഒരു ശീലമാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു അളവിൽ അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. ഒരു കമ്മതി കണക്കാണ്. എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ റിസർച്ചൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് വലിയ ധാരണയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അത് എന്നൊന്നും പറയാറില്ല. ഇനി കുറച്ച് മുളക് പൊടി, ഞാൻ ഇതന്നെ നനഞ്ഞിരിക്കണമെന്ന് വിചാരിക്കരുത്. ഇത് ഇന്നലെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് മസാല ഉണ്ടാക്കിയല്ലോ, അത് ഇച്ചിരി കൂടിപ്പോയി. അതിവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണുമല്ലോ, ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ മെത്തേഡൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്ര സ്പൂൺ മുളക് ഇടണം, അപ്പം മുളക് പൊടിയല്ല കുഴച്ച മുളകാണ്, അല്ലെങ്കിൽ ആ മീൻ വറുത്ത മസാലയാണെങ്കിൽ ഞാൻ അതിടും. ഒരുവിധം നന്നായി വരും എന്നങ്ങ് വിചാരിച്ചങ്ങ് ചെയ്യുവാണ്. പിന്നെ കുരുമുളക് പൊടി ഇടാം. എരിവ് കൂടിപ്പോകുമെന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് സീ. ചിലര് തക്കാളി ഇടും, ചിലര് തക്കാളി ഇടത്തില്ല ഫിഷ് പൊള്ളിക്കാനായിട്ട്. ബട്ട് ഞാനിടും.
ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാനങ്ങനെ തേങ്ങാപ്പാൽ വീഡിയോയിലൊക്കെ തേങ്ങാപ്പാൽ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം എന്നില്ല. പിന്നെ എല്ലാവരും ഒഴിക്കുന്നതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു നല്ല ഫ്ലേവർ കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഒഴിച്ചേക്കാമെന്ന് വിചാരിക്കണം. ഞാൻ ഒത്തിരി അങ്ങോട്ട് തിക്കാക്കുന്നില്ല ഈ ഗ്രേവി. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പത്തിൻ്റെ കൂടെ കൊടുക്കുന്നതുകൊണ്ട് അതിനകത്ത് നിന്ന് ഇച്ചിരി ഗ്രേവി കഴിക്കുമ്പോൾ കിട്ടണം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഇച്ചിരി ലൂസ് ഗ്രേവി തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴുകി പോരരുത്, എന്നാലും കുറച്ച് ഒരു ലൂസ് ഗ്രേവിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബെഞ്ചമിൻ ഇവിടെ ക്ലീനിങ് ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. വീട് വൃത്തിയാക്കുന്നത് ബെഞ്ചമിൻ്റെ ഡ്യൂട്ടിയും കുക്കിംഗ് എൻ്റെ ഡ്യൂട്ടിയുമാണ്. സോ അത്യാവശ്യം നല്ല പണിയുണ്ടെന്ന് ഞങ്ങൾക്ക്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ വൃത്തിയോടെ കിടക്കുകയാണ്. ഇന്ന് മൊത്തത്തിൽ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഏരിയ മാത്രമേ വൃത്തിയിടാവുള്ളൂ. ഇത് ബെഡ്റൂമും ഹാളും എല്ലായിടവും വൃത്തികേടാണെന്ന്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. ഒരു തട്ടുകട ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബെനീബിയുടെ ബർത്ത്ഡേക്ക് ഞാൻ അതിനെ ഉണ്ടാക്കി തന്ന് ഹിറ്റായതുകൊണ്ട് അത് ഉണ്ടാക്കാം. നോർമലി നമ്മൾ ചിക്കൻ ഫ്രൈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഈ ന്യൂസിലാൻഡിലൊക്കെ എല്ലാവരും എന്നും നോൺ വെജ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നോൺ വെജ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിട്ട് കൊടുക്കാം എന്ന് ആലോചിച്ചപ്പോൾ ഇതുതന്നെയാണ് ഒരു നല്ല സാധനം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചിക്കൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടോ ഞാൻ. എനിക്ക് ഇതുണ്ട്, എനിക്കൊരു സാധനം ചെയ്തിട്ട് ആ ഭാഗം ക്ലിയർ ആയാലാണ് അടുത്തത് ചെയ്യാൻ പറ്റുന്നത്. അയ്യോ വെള്ളം വീണു, ഗോഷ്ടി കാണിക്കുക. അങ്ങനെ ചിക്കനൊക്കെ വൃത്തിയാക്കി ഞാനിപ്പം ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കൻ മാരിനേഷനൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉപ്പുണ്ടോ നോക്കട്ടെ. ഒരു പൊടിക്ക് ഉപ്പ് കുറവാണ്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകം, സാധാരണ ജീരകം, കുരുമുളക് പൊടി, വിനെഗർ, പിന്നെ ചില്ലി ഫ്ലേക്സ്. ഇത്രയും സാധനം ആഡ് ചെയ്തിട്ടാണ് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യത്തുള്ളൂ. But it's yummy. ബെഞ്ചമിൻ തകൃതിയായിട്ട് ക്ലീനിങ് ആട്ടോ. ഈ ജനലിൻ്റെ ഇടയിൽ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, അവിടെ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി അടുത്തതായിട്ട് ഞാനൊരു നാസിലേമക് എന്ന് പറയുന്നൊരു സിംഗപ്പൂർ റൈസാണ് വയ്ക്കുന്നത്. കോക്കനട്ട് മിൽക്കും ജിഞ്ചറും പാൻഡാൻ ലീഫും ഒക്കെ ആഡ് ചെയ്തിട്ട്. പാൻഡാൻ ലീഫ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ രമ്പേല എന്ന് പറയും. പിന്നെ ലെമൺ ഗ്രാസിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കോക്കനട്ട് ഫ്ലേവേർഡ് റൈസ്. പിന്നെ സാമ്പാൽ, അതായത് ചമ്മന്തി പോലത്തെ ഒരു സാധനം, അതും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ചമ്മന്തി തന്നെയാണ്, ബട്ട് അത് എനിക്ക് ശ്രീലങ്കനാണോ അതിൻ്റെ ഒറിജിൻ, സിംഗപ്പൂരാണോ? ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് കഴിച്ചേക്കുന്നത്. പക്ഷേ ശ്രീലങ്കൻ ഡിഷസിൻ്റെ കൂടെയൊക്കെ ഈ സാമ്പാൽ കിട്ടാറുണ്ട്. സാമ്പാൽ മീൻസ് ചമ്മന്തി. ഓക്കെ, അപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കുക ഉണ്ടാക്കുകയും കൂടെ ചെയ്യുന്നത് ഒരു റഷായിട്ടുള്ളൊരു ദിവസത്തിൽ പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ എൻ്റെ ചിക്കൻ മാരിനേഷൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ,
ഇതാണ് എൻ്റെ ചിക്കൻ ഞാൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എനിക്കൊരു ചിക്കൻ സൂപ്പ് കൂടി ഉണ്ടാക്കണം. ക്രീം ഓഫ് ചിക്കൻ സൂപ്പൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ ഞാൻ കാണിക്കാം എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സമ്പൽ റെഡി ആയിട്ടുണ്ട്. സമ്പൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ചട്നി, ചില്ലി ചട്നിയാണ്, ബട്ട് ഇറ്റ്സ് ഫ്ലേവർ ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ദാൻ കേരള ട്രഡീഷണൽ ചട്നി. അപ്പോൾ നമ്മൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇതെങ്ങനെയാണ് കഴിക്കുകയെന്ന് വെച്ചാൽ ആ മിൽക്കിൻ്റെ റൈസ് ഉണ്ടല്ലോ, അതിനകത്ത് ഈ കാഷ്നട്ട് ഓർ പീനട്ട്, എൻ്റെ കയ്യിൽ നോർമലി പീനട്ടാണ് ഞാൻ എല്ലായിടത്തേക്കും കണ്ടേക്കണേ. പക്ഷേ കാഷ്നട്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സ്വർഗം കാണും. ഞാൻ ചോറ് വെച്ചിട്ടില്ല, ചോറ് വയ്ക്കുമ്പോൾ ഞാൻ കാണിക്കാം. അയ്യ, ചിക്കൻ ഫ്രൈ കണ്ടോ, തനി തട്ടുകടയിലെ ചിക്കൻ ഫ്രൈ ആണേ എന്ന് ഞാൻ വിചാരിക്കുന്നു. രുചി എങ്ങനെ ഉണ്ടാവുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ്, അത് ഞാൻ പൊള്ളിക്കാൻ പോവാണ്. എനിക്ക് വാഴയില കിട്ടിയില്ല, വാഴയിലയ്ക്ക് പകരം ഞാൻ അലുമിനിയം ഫോയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അലുമിനിയം ഫോയിലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഫിഷിൽ നല്ലപോലെ പൊതിഞ്ഞ് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. വാഴയിലില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് വെച്ച് പൊള്ളിക്കാൻ പറ്റത്തില്ല, പാനിൽ വെച്ച് പൊള്ളിക്കാൻ പറ്റത്തില്ല. പകരം ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ്. അതിനിടയിൽ കൂടെ ഞാൻ കുറച്ച് വട്ടയപ്പവും കള്ളപ്പവും ഒക്കെ ഉണ്ടാക്കി. എനിക്കെൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടയേർഡായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ വീട് വെച്ചിരിക്കാൻ വരാനുള്ള സമയമായി. അപ്പോൾ എനിക്ക് ചടപടയെന്ന് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അച്ഛൻ വന്ന് കഴിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങളിരുന്നങ്ങ് ഒരുമിച്ചിരുന്നങ്ങ് കഴിച്ചു. അല്ല, പാത്രം കമത്തി വെക്കുക. അപ്പം ബേസ് ഇങ്ങനെ നേരെ ഇരിക്കത്തില്ലേ നമുക്ക്? ഇപ്പൊ കുഴിയിലായോണ്ടല്ലേ എടുക്കാൻ പറ്റത്തില്ല. അത് പറ്റത്തില്ല, നീ പാത്രത്തിൽ വെക്കാൻ. എന്തൊരു പെടാപ്പാട്. അച്ഛനൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി, നമുക്ക് അവർ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ അതും തീർന്നപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്ത്. അയവാ അപ്പം കൊള്ളാം കേട്ടോ, അടിപൊളി. ഒരു ഗ്ലാസ് നേരത്തെ ഒരു ഗ്ലാസ് അരിയുടെ മൂപ്പിലാണ്. അതെ, ഇത് ഫുള്ള് അതിലാണ് നടന്നത്. ഒരു ഗ്ലാസ് അതിലാണ് കപ്പി കഴിച്ചത്. അതെ, മറ്റേ